ഹലോ, നമുക്ക് ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയല്ലോ. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. പിന്നെ അതേപോലെ ഉള്ളിയും തക്കാളിയും മാത്രം മതി, ഒരുപാട് പച്ചക്കറികളുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരുപാട് പച്ചക്കറിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സാമ്പാറിനേക്കാളും ടേസ്റ്റാണ് ഈ ഒരു ഉള്ളി സാമ്പാറിന്. ഉള്ളിയിട്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളിയിട്ട് എന്ത് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളിയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വേണ്ടത്. പിന്നെ നമ്മൾക്കിത് രാവിലെ ഇഡലിക്കും ദോശക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്കും രാത്രിയൊക്കെ നമുക്കിത് കൂട്ടാവുന്നതാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് പച്ചക്കറി ഇട്ട സാമ്പാറിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ ഒരു ഉള്ളി സാമ്പാറാണ്. ഇതെൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പച്ചക്കറി ഒന്നും വേണ്ട, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന സാമ്പാറാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട രീതിയൊക്കെ എനിക്ക് കാണിച്ചാൽ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പിന്നെ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടത് ഉള്ളിയും പിന്നെ അതേപോലെ തന്നെ തക്കാളിയും മാത്രം മതിയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ സാമ്പാറിൽ എപ്പോഴും ചേർക്കുന്നതാണ്. പിന്നെ സാമ്പാറിൽ ചേർക്കുന്ന പൊടികളും മാത്രം മതിയിട്ടാണ് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ എന്ന് പറയാനായിട്ട് ഒരുപാട് വെള്ളം പോലെ ഉണ്ടാക്കരുത്. കാരണം കഷ്ണങ്ങളില്ലാത്തതുകൊണ്ട് സാമ്പാർ ഒരുപാട് വെള്ളമായി പറഞ്ഞിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക. വെള്ളം സൂക്ഷിച്ച് മാത്രം ഒഴിച്ചാൽ മതി. പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കണ പരിപാടിയിലോട്ട് കിടക്കാം. പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി പിന്നെ അതേപോലെ തന്നെ 2 ചെറിയ വെളുത്തുള്ളിയും ചെറിയ കഷ്ണത്തിൽ ഇഞ്ചിയും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളിയാണ് കേട്ടോ നമുക്ക് കൂടുതൽ വേണ്ടത്. ഇതൊക്കെ എൻ്റെ ഉമ്മ നേരത്തെ തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുന്നുള്ളൂ. പിന്നെ നമുക്ക് കായം വേണം കേട്ടോ. സാമ്പാറിന് എപ്പോഴും ടേസ്റ്റും വേണം, എല്ലാത്തിനും കായം വേണം. പിന്നെ സാമ്പാർ പൊടി ഇത് 10 രൂപയുടെ 2 പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇച്ചിരിക്കോളം ഉണ്ടാവുള്ളൂ അതിനകത്ത്. പിന്നെ നമ്മുടെ പുളിവെള്ളമാണ്. പുളിവെള്ളം നമ്മൾ എപ്പോഴും സാമ്പാറിൽ ചേർക്കണതാണല്ലോ. അപ്പോൾ നമ്മൾ വലിയൊരു ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് കടുക് പൊട്ടിക്കണം. അപ്പോൾ മറ്റ് സാമ്പാർ ഉണ്ടാക്കണേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സാമ്പാറിനകത്ത് ഒരുപാട് സാധനങ്ങളും വേണം, ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ്. പച്ചക്കറിയും പരിപ്പും എല്ലാം വേവിക്കണം. ഇതാകെ പരിപ്പ് മാത്രം വേവിച്ചാൽ മതി. കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് വറ്റൽമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു 10ന്റെ സാമ്പാർ പൊടി ഞാൻ 2 എടുത്തത് വേറെ ഒന്നുമല്ല, 10ന്റെ ആകെ കുറച്ചുള്ളൂ പൊടി, അതുകൊണ്ടാണ് കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഒട്ടും ചേർക്കരുത്, സാമ്പാറിന്റെ കളറേ മാറും. പിന്നെ കടുക് പൊട്ടിയിലോട്ട് ഞാൻ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പാടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റുന്നുണ്ട്. നമ്മൾ വേവിക്കുന്നതിനേക്കാളും നല്ലത് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. അത് നല്ലപോലെ വഴണ്ടി വന്നിട്ട് നേരത്തെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരുപാട് അത് വെന്തുടക്കരുത്, കാരണം തക്കാളി ഉടഞ്ഞു പോകും. പിന്നെ തക്കാളി ചമ്മന്തി പോലെയാകും സാമ്പാർ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു വേവിച്ച് വെച്ച് ഈ ഒരു പരിപ്പ് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. വാടി വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, മുളക് പൊടി ചേർത്ത് കൊടുക്കരുത്, കാരണം സാമ്പാറിൻ്റെ കളർ മാറും. അങ്ങനെ പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം കൂടി നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. പുളിവെള്ളം പിന്നെ അത് കഴിഞ്ഞിട്ട് സാമ്പാറിനോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം കഷ്ണങ്ങളില്ലാത്തതുകൊണ്ട് സാമ്പാർ വെള്ളമായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് സാമ്പാർ ഒരുവിധം പരുവായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വേവിച്ച് വെച്ച് പരിപ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. പരിപ്പ് നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് അതിനനുസരിച്ചുള്ള കുറുകുറുപ്പും ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ഉപ്പിൻ്റെ കുറവുണ്ടാവും എന്തായാലും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇത് ക്യൂബാണുള്ളതെങ്കിൽ ക്യൂബായാലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല മണമാണ് കേട്ടോ ഈ ഒരു സാമ്പാറിന്. പച്ചക്കറിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന സാമ്പാറിനേക്കാളും ടേസ്റ്റും മണവും എല്ലാം ഈ ഒരു ഉള്ളി സാമ്പാറിനുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്.